അയാൾ അങ്ങനെ ആ ജോത്സ്യന് കണിമംഗലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ കൂടിയിരിക്കുകയാണ്, എന്താണ് അയാൾ പറയുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കബഡി നിരത്തിയിട്ട് നോക്കട്ടെ എന്താണ് പ്രശ്നം എന്നൊക്കെ, എന്നിട്ട് പറയാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഓക്കെ തിരുമേനി അങ്ങനെ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും അവരിന് ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അയാൾ ബോർഡൊക്കെ വെച്ച് ഇങ്ങനെ കബഡി നിരത്തി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് എന്തായിരിക്കും പറയുന്ന ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കി കഴിഞ്ഞതിന് ശേഷം അയാളുടെ മുഖഭാവം അങ്ങനെ മാറുകയാണ്. എന്നിട്ട് അയാൾ ഇങ്ങനെ ഒരു കാര്യം ഇവരോട് എല്ലാവരോടും കൂടി ചോദിക്കുകയാണ്, ഈ വീടിൻ്റെ ഉടമസ്ഥാവകാശം ഇപ്പോൾ ആരുടെ കയ്യിലാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ സാറ് പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, അല്ല ഈ വീട് കൈമാറ്റം ചെയ്തതിന് ശേഷം ഈ വീട്ടിലൊരു മുതിർന്ന അംഗം, ഏറ്റവും പ്രായം ചെന്ന ഒരു അംഗത്തിന് എന്തെങ്കിലും മാനസികമായി വിഷമിച്ചിട്ട് ഉള്ള എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പത്മിനി പെട്ടെന്ന് തന്നെ കാര്യം പറയാണ്, തിരുമേനി ഉണ്ട് തിരുമേനി, ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട് എന്താണ് ആ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, അത് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഞങ്ങളുടെ വീട്ടിലെ അമ്മ, അഥവാ ഈ പരമേശ്വരൻ്റെ അമ്മ എന്ന് പറയുന്ന ആളെ ഇവിടുന്ന് ഒരുപാട് വേദനയോടെയാണ് ഇറങ്ങിപ്പോയത്. അവരെ ഇവിടുന്ന് ഒരുപാട് അപമാനിച്ചിട്ടാണ് ഇവിടുന്ന് ഇറക്കി വിട്ടത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവർക്കതൊരു ഭയങ്കരമായിട്ടുള്ളൊരു വേദന തന്നെയായിരുന്നു. ഇപ്പം അമ്മ ഈ വീട്ടിലില്ല, അമ്മ ഇവിടുന്ന് പുറത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ തിരുമേനി ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തലയാട്ടുന്ന സമയത്ത് ഈ സേറ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, അതിന് ഞങ്ങളാരും ഇറക്കി വിട്ടൊന്നും അല്ലല്ലോ, താനേ അങ്ങ് ഇറങ്ങി പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ തിരുമേനി പറയുന്നുണ്ട്, എന്തായാലും വാക്കുവേദത്തിനുള്ള ഒരു സമയമല്ല ഇത്, ഞാൻ ഇതിനുള്ള ഒരു പ്രശ്നപരിഹാരം തന്നെ പറയാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല, അക്കാര്യത്തിലൊന്നും ഈ ജ്യോത്സ്യത്തിലൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ തർക്കിച്ചു എന്ന് വിചാരിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. ഇതിന് മരുന്നായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ എല്ലാവരും ഇയാൾ ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ആകാംക്ഷയിൽ നിൽക്കുന്ന സമയത്ത് ഇയാൾ വീണ്ടും ആ കബഡി അങ്ങ് നിരത്താണ്. എന്നിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഇയാൾ നമുക്കൊന്ന് പുറത്ത് പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഈ തിരുവേണിയുടെ പിന്നാലെ അങ്ങ് നടക്കണം. അപ്പോൾ ഈ ജോത്സ്യന് നേരെ ആ വീടിൻ്റെ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങണം. മുറ്റത്തിറങ്ങി ഇങ്ങനെ ചുറ്റും ഒന്ന് നിരീക്ഷിച്ച് നോക്കുന്ന സമയത്ത് എന്തായാലും ഉർവശി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെടിയുടെ പിന്നാലെ അങ്ങനെ ഒളിഞ്ഞ് നിൽക്കുന്നൊക്കെ ഉണ്ട്, എന്താ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ജ്യോത്സ്യന് ചുറ്റും നോക്കിയിട്ട് ആ ഒരു തുളസി കതിരിൻ്റെ ആ ഒരു തറ അങ്ങ് നോക്കുകയാണ്. അപ്പോൾ ആ തറ നോക്കുന്ന സമയത്ത് ആ തുളസി എന്ന് പറയുന്നത് ഒരുപാട് ഉണങ്ങി പിടിച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ ആ ഒരു തുളസി കതിര് ചൂണ്ടി കാണിച്ചിട്ട് പറയുന്നുണ്ട്, ആ തുളസി കതിര് എന്ന് പറയുന്നത് ആരായിരുന്നു പരിപാലിച്ചിരുന്നത് എന്നൊക്കെ ചോദിക്കണം. കൽപ്പന ആ സമയത്ത് തന്നെ പറയുന്നുണ്ട്, അത് രാധികയായിരുന്നു എന്നൊക്കെ പറയണേ. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട് ആരാണ് രാധിക എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, എൻ്റെ ഇളയ മകനാണ്, അവൻ്റെ ഭാര്യയാണ് ഈ രാധിക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഒരാളായിരുന്നു. അയാൾ ഇപ്പോൾ ഈ വീട്ടിലില്ലേ, അയാൾ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി പറയുന്നുണ്ട്, അവരിപ്പോൾ ഈ വീട്ടിലില്ല, അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്, അവരിപ്പോൾ ഈ വീട്ടിലല്ല താമസിക്കുന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊരു മണ്ടത്തരാണ് കാണിച്ചത്, ആ ഒരു പെൺകുട്ടിയാണ് ഈ തുളസി കതിര് പരിപാലിച്ചിരുന്നത് എങ്കിൽ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ വീടിൻ്റെ ഐശ്വര്യത്തെ നിന്ന് നിങ്ങൾ പുറത്താക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ ഷാറക്കൊന്നും അത് കേട്ടിട്ടൊന്നും വലിയൊരു രസമായി തോന്നുന്നില്ല, അവളുടെ മുഖത്തൊക്കെ ഭയങ്കര ഒരു പുച്ഛമൊക്കെ ഇങ്ങനെ തോന്നുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഇനി ഇതിൻ്റെ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് ആ പെൺകുട്ടീനെ വീണ്ടും തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവന്ന് ആ തുളസി കതിരിൻ്റെ ചുറ്റും ഒരു പൂജയൊക്കെ നടത്തിയിട്ട്, ഒരു പ്രശ്നപരിഹാര പൂജ നടത്തിയിട്ട് ആ തുളസി കതിർ ആ പെൺകുട്ടി എന്നും വെള്ളം നനച്ച് അത് പരിപാലിക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചാൽ മാത്രമേ ഇനി ഈ വീടിന് രക്ഷയുള്ളൂ എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് സന്തോഷമാവുന്നുണ്ടെങ്കിലും ചന്ദ്രശേഖരനും സാറൊക്കെ അത്ര വലിയൊരു സന്തോഷമൊന്നും വരുന്നില്ല. അപ്പോൾ തന്നെ സാറ് പറയുന്നുണ്ട്, സോറി അത് നടക്കില്ല, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നടക്കില്ല എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ പൂജാരി ഈ ഒരു ജ്യോത്സ്യം പറയുന്നുണ്ട്, അതെ അത് നടക്കില്ല എന്നുണ്ടെങ്കിൽ ഞാനും ഇവിടുന്ന് പോവുകയാണ്, വേറെ പരിഹാരമൊന്നും ഇതിൽ എനിക്ക് കാണാനുമില്ല, അതുകൊണ്ട് ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഈ പരമേശ്വരനോടൊരു നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് ചന്ദ്രശേഖരൻ അങ്ങ് വിളിക്കാണ്, തിരുമേനി ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ കൊണ്ടുവരാം, പ്രശ്നപരിഹാരം എന്തായാലും നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ശരി അങ്ങനെ ആവട്ടെ, ആ പെൺകുട്ടീനെ എത്രയും പെട്ടെന്ന് ഈ കണിമംഗലത്ത് തന്നെ തിരിച്ചെത്തിക്ക് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്.
പിന്നെ നമ്മുടെ മെൻ്റൽ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ സൂര്യയും വരുണും രാധികയും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് സൂര്യനെ അങ്ങ് അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മോശമാക്കി വെച്ചിട്ട് ഡ്രസ്സിൻ്റെ ബട്ടണൊക്കെ അയച്ചിട്ട് എന്തൊക്കെയോ ഒരു ഭ്രാന്തൻ രൂപത്തിൽ അങ്ങ് ആക്കിയിരിക്കുകയാണ്. മുടിയൊക്കെ ഇങ്ങനെ പാറി പറത്തിയിട്ട് അവരെ ഒരു അസുഖക്കാരനാക്കിയിട്ട് അങ്ങ് കൊണ്ടുവരികയാണ്. അവൻ വരുണും ഈ രാധികയും കൂടിയിട്ട് ഇവനെ രണ്ട് ഭാഗത്തു നിന്നൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അഭിനയിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നല്ല സെറ്റായിട്ട് സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് വരികയാണ്. ആ സമയത്താണെങ്കിൽ ആ സെക്യൂരിറ്റി മാറിയിട്ടുണ്ട്, വേറൊരു സെക്യൂരിറ്റിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇയാളെ കണ്ടിട്ട് ഇവരിങ്ങനെ വരുന്നതൊക്കെ കണ്ടിട്ട് ഇയാളിങ്ങനെ കുറച്ച് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇതെന്താ സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവർ നേരെ വന്നിട്ട് ഇത് ഒരു പേഷ്യൻ്റാണ്, പെട്ടെന്ന് ഞങ്ങൾക്ക് ഡോക്ടറെ കാണാനുണ്ട് എന്നൊക്കെ പറയണേ. അപ്പോൾ ഇയാൾ അപ്പോയിൻമെൻറ്റ് അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് സ്ഥലം MD ആണ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാനാണ് പറഞ്ഞത്, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഗേറ്റ് തുറന്നതാ ഞങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സെക്യൂരിറ്റി പറയുന്നുണ്ട് അതെ അങ്ങനെയൊന്നും തുറന്നു തരാൻ പറ്റില്ല, അത് തുറക്കാൻ പറ്റൂല എന്നൊക്കെ ഇങ്ങനെ പറയണേ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ അകത്തേക്ക് കയറ്റി വിടൂല, ഡോക്ടർ അപ്പോയിൻമെൻറ്റ് വേണം എന്നുള്ള കാര്യം ഇയാൾ നിർബന്ധിച്ച് പറയണേ. പിന്നെ സൂര്യ ഭ്രാന്തനായി അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ സൂര്യ ഏതാ നീ കയറ്റി വിടൂലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് ചവിട്ടാനൊക്കെ പോകണം. അപ്പോൾ തന്നെ പിന്നെ വരുന്ന അങ്ങ് പിടിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് സെക്യൂരിറ്റിനോട് പറയുന്നുണ്ട് ചേട്ടാ പെട്ടെന്ന് വാതിൽ തുറന്നോ, അല്ലെങ്കിൽ ഇവന് ഭയങ്കര വയലൻ്റ് ആകും, ഉപദ്രവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ സെക്യൂരിറ്റി പെട്ടെന്ന് തന്നെ അവർക്ക് ഗേറ്റ് അങ്ങ് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ ആദ്യത്തെ പടി അങ്ങ് സക്സസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്ന് കയറുകയാണ്. അപ്പോൾ കയറി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ എത്തുന്ന സമയത്ത് മുറ്റത്തിരുന്നിട്ട് ഈ വരുണും രാധികയും കൂടിയിട്ട് സൂര്യനോട് പറയുന്നുണ്ട് നമ്മൾ എത്രയും നല്ല കെയറിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്, കാരണം ഇവിടെ ചുറ്റും CCTV ഉണ്ടാകുന്ന ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതൊക്കെ നല്ല സൂക്ഷിച്ച് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ സൂര്യൻ പറയുന്നുണ്ട് അത് ഞാൻ ഏറ്റു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവനെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ അവരുടെ കൂടെ പോകണം. ഹായ് വരാന്താശുപത്രി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇവരോട് ഡോക്ടർ റൂമൊക്കെ ചോദിച്ചിട്ട് നേരെ ഡോക്ടർ റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഇവനെ ഇങ്ങനെ സൂര്യനെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവനോട് അങ്ങ് ചോദിക്കുന്നുണ്ട് അല്ല എത്ര കാലമായി തുടങ്ങിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ വരുണ് പറയുന്നുണ്ട് അതൊരു 3-4 മാസമായി എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ ഡോക്ടർ രാധികയാണെങ്കിൽ മാസ്കും വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ രാധികനെ അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുമില്ല. ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല എന്തായിരുന്നു സംഭവം, എങ്ങനെയാണ് ഭ്രാന്ത് ആയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട് അത് ചേട്ടനൊരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ തിരിച്ച് കാറിൽ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ നിന്ന് ഒരു ചേച്ചിയും അതുപോലെ ആ ചേച്ചിയുടെ മോനും കുഞ്ഞും കൂടി ആ വണ്ടിയിൽ നിന്ന് കയറിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർക്കൊരു ലിഫ്റ്റ് കൊടുത്തതാണ്. അങ്ങനെ ലിഫ്റ്റ് കൊടുത്ത് അവരെ ഇറക്കി വിടുന്ന സമയത്ത് വേറൊരു ലോറി വന്ന് അവർ രണ്ടുപേരും അങ്ങ് ഇടിച്ച് അങ്ങ് അരച്ച് കളഞ്ഞ്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ആ ഒരു ഷോക്കിൽ ബുദ്ധി മറഞ്ഞു പോയതാണ് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ നോക്കി കഴിഞ്ഞതിന് പറയുന്നുണ്ട് ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് ചികിത്സിക്കണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ അവർ ഇവിടെ ചികിത്സിക്കണമെന്നുണ്ട് എന്നൊക്കെ പറയണേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേയ്മെൻറ്റൊക്കെ അടച്ചിട്ട് ഇവരവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയണേ. അപ്പം വരുന്നറിയുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ എത്ര കാലം ഇവിടെ അഡ്മിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും എന്നൊരു ദിവസം ഒന്ന് പറഞ്ഞു തരുമോ, എന്നാലേ ഞങ്ങൾക്ക് ജോലിയിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട് അതിന് പേഷ്യൻറ്റ് മാത്രം നിൽക്കാൻ പാടുള്ളൂ, ഇവിടെ അല്ലാത്തവരൊന്നും ഇവിടെ നിൽക്കാൻ പാടില്ല, അല്ലാത്തവർക്കൊന്നും ഇവിടെ പെർമിഷൻ ഇല്ല ഇവിടെ നിൽക്കാൻ, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകേണ്ടി വരും എന്നൊക്കെ പറയണേ. അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണോ, എന്നാൽ പിന്നെ കുഴപ്പമില്ല ഞങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട് 2 ലക്ഷം എന്തായാലും നിങ്ങളിപ്പോൾ അടക്കേണ്ടി വരും അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ. നിങ്ങൾ റിസപ്ഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് പേയ്മെൻറ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം, അവിടെ നിങ്ങൾ അഡ്മിറ്റ് ആക്കിയിട്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്ന് ഈ ഡോക്ടർ അങ്ങ് പറയണം. അപ്പോൾ പറയുന്നുണ്ട് അതെ ഞങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ ചേട്ടന് ഭയങ്കര ഒരു ലോക്കൽ ഏരിയയിലൊന്നും ജീവിച്ചിട്ടില്ലാത്ത ഒരാളാണ്, അങ്ങനെയൊന്നും ശീലമല്ല, കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റൂമിലൊക്കെ ചേട്ടന് പറ്റത്തുള്ളൂ, കുറച്ചൊരു മെച്ചമുള്ളൊരു റൂമൊക്കെ വേണം, അതുകൊണ്ട് ഞങ്ങൾക്ക് റൂം ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയണേ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതിനൊന്നും ഇവിടെ പറ്റില്ല എന്നുള്ള കാര്യം അങ്ങ് പറയണേ. അപ്പോൾ പറയുന്നുണ്ട് അതെന്തായാലും സമ്മതിച്ച് തരണം, അത് ഇല്ലാതെ ചേട്ടന് പറ്റില്ല, ഞങ്ങൾക്ക് റൂം ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷനെങ്കിലും തരണം എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ ഒഴിച്ച് ചിന്തിച്ചതിന് ശേഷം എന്നാൽ റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെക്യൂരിറ്റിനെ വിളിച്ചിട്ട് ഇവർക്ക് ആ റൂം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞേക്കാനും. അപ്പോൾ ഇവർ ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റിയുടെ പിന്നാലെ അങ്ങനെ പോവാണ്. പോകുന്ന സമയത്തൊക്കെ ഇവർ ഇങ്ങനെ ഓരോ റൂമിനകത്തേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാധിക ഒരു റൂം ഇങ്ങനെ നോക്കുന്ന സമയത്ത് 2 സ്ത്രീകൾ അവിടെ ബെഡിലങ്ങ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്കിത് അമൃതത്തെയും ശ്യാമയാണ് അവിടെ കിടക്കുന്നത് എന്നുള്ളൊരു തോന്നലങ്ങ് വരികയാണ്. അപ്പോൾ ഇത് അമ്മ തന്നെയാണോ എന്നൊക്കെ വിചാരിച്ച് അവൾ ജനലിൽ അങ്ങ് പാളി അങ്ങ് നോക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ വരുണും സൂര്യൻ കൂടി അങ്ങനെ കുറച്ച് നടന്ന് പോയിട്ടൊക്കെയുണ്ട്. അപ്പോൾ ഇവൾ നോക്കുന്നത് ഒരു നേഴ്സ് അങ്ങ് കാണുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ നേഴ്സ് അവളോട് അങ്ങ് ചൂടാവുകയാണ്, ഇത് പേഷ്യൻറ്റിനെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ജനവാതിൽ അങ്ങ് അടച്ചങ്ങ് കളയാണ്. അപ്പോൾ ഇവൾ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മെല്ലെ അങ്ങ് പോവാണ്. വീണ്ടും അവളിങ്ങനെ ഓരോ റൂമും ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകും.
പോകുന്നതിൻ്റെ ഇടയിൽ ആ ഒരു സെക്യൂരിറ്റി അവർക്കൊരു റൂം അങ്ങ് കാണിച്ചു കൊടുക്കാനും. അപ്പോൾ വരുണ് ഈ റൂം നോക്കിയിട്ട് സൂര്യൻ വരുണും കൂടി പറയുന്നുണ്ട്, ഏയ് ഞങ്ങൾക്ക് ഈ റൂം വേണ്ട, ഞങ്ങൾക്ക് വേറെ റൂം മതി എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ സെക്യൂരിറ്റിയൊക്കെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചാണ്ട് റൂം സെലക്ട് ചെയ്യല്ലേ, കിട്ടിയത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ സൂര്യയും വരുണും പറയുന്നുണ്ട്, ഏയ് ഞങ്ങൾക്ക് ഈ റൂം വേണ്ട, ഞങ്ങൾക്ക് വേറെ റൂം മതി എന്നൊക്കെ ഇങ്ങനെ വാശി പിടിക്കാണ്. അപ്പോൾ ഈ സൂര്യ ഭ്രാന്തനായിട്ടുമാണ് നിൽക്കുന്നത്. അപ്പോൾ നിന്നോടല്ലടാ പറഞ്ഞത് എനിക്ക് വേറെ റൂം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സെക്യൂരിറ്റീനെ ചവിട്ടിയിട്ട് ആ റൂമിലിട്ട് അങ്ങ് അടച്ച് വാതിൽ പുറത്തുനിന്ന് അങ്ങ് കുറ്റിയിടുകയാണ്. അപ്പോഴത്തേക്ക് രാധിക വന്നിട്ടുണ്ട്. അപ്പോൾ രാധികനും കൂടിയിട്ട് ഇവളോട് പറയുന്നുണ്ട്, വാ നമുക്ക് എന്തായാലും ഇവിടെ എവിടെയും ഫുൾ അരിച്ചു പൊറുക്കുക, അയാൾ അവിടെ ആ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീണ്ടും അങ്ങ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവർ നേരെ തിരഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു കിച്ചുവിൻ്റെ റൂം എത്താണ്, ആ ഒരു കൊച്ചിൻ്റെ റൂം എത്താണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അതാ കിച്ചു അതാ അവിടെ എന്നൊക്കെ പറയണേ. അപ്പോൾ വാ നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഓടിപ്പോയി അവൻ്റെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവന് മാസ്ക് ഇട്ടുകൊണ്ട് ആരാണെന്നൊന്നും ആദ്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ രാധിക അവളുടെ മാസ്ക് അങ്ങ് അയച്ചിട്ട് പറയുന്നുണ്ട്, കിച്ചു ഇത് ഞാനാണ്, രാധികേച്ചിയാണ് എന്നൊക്കെ പറയണം. അപ്പോൾ ഇവന് ഭയങ്കര ഒരു ആശ്വാസം തോന്നാണ്, ഒരു പരിചയമുള്ള ഒരാളെ കണ്ടതിൻ്റെ ഒരു ആശ്വാസം. അപ്പോൾ ഇവന് രാധികേച്ചി ഇങ്ങനെ ഇവിടെ എന്നൊക്കെ പറയണം. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, നീ പറഞ്ഞില്ല എന്നെ പോലെ ഒരാളവിടെ കണ്ടെന്ന്, അവരെവിടെയാണ്, ഏത് റൂമിലാണ് എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ ഈ കിച്ചു പറയുന്നുണ്ട്, ചേച്ചി ഞാൻ കാണിച്ചു തരാം, ചേച്ചി എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും കൂടിയിട്ട് ഇവൻ്റെ പിന്നാലെ അങ്ങ് പോവാണ്. അപ്പോൾ ഇവനും കൂടി അങ്ങനെ പോകുന്ന സമയത്ത് ഈ സെക്യൂരിറ്റി ആ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സർ അവർ ഫ്രോഡുകളാണ്, അവരെ ചികിത്സിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, അവരെ ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നടന്ന സംഭവം ആ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, ഏത് ഇപ്പം വന്ന് ചികിത്സിക്കാൻ വേണ്ടി വന്ന അവരാണോ എന്നൊക്കെ ചോദിക്കണം. അത് തന്നെ, അവർ തന്നെയാണ്, അവർ ഫ്രോഡുകളാണ്, പെട്ടെന്ന് അവരെ പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ഡോക്ടറും കുറേ സെക്യൂരിറ്റിമാരും കൂടിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ വരുണും ഈ രാധികയും അതുപോലെ ആ കൊച്ചിൻ്റെ പിന്നാലെ അങ്ങനെ പോകുന്നുണ്ട് ശ്യാമയുടെ റൂമിലേക്കും വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഡോക്ടർ വരെ മുന്നിൽ അങ്ങ് ചാടുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഇവരിങ്ങനെ ആകെ പെട്ട പോലെ അങ്ങനെ നിൽക്കുകയാണ്, കാരണം ഈ ഡോക്ടർ അവരെ കൈയോടെ അങ്ങ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് കള്ളത്തരം കാണിക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ പേഷ്യൻ്റൊന്നും അല്ല, എന്തായാലും ഞങ്ങളിവിടെ മൊത്തം സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ അതിന് ഇവിടുന്ന് അങ്ങ് സെർച്ച് ചെയ്യാൻ ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ എന്നുള്ള കാര്യം ഈ സെക്യൂരിറ്റിയും ആ ഒരു ഡോക്ടറും കൂടിയിട്ട് ഇവരോട് അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും, അഥവാ സൂര്യയും വരുണും കൂടിയിട്ട് രാധികനോട് പറയുന്നുണ്ട്, രാധിക നീ ഇവനെയും കൊണ്ട് എന്തായാലും അമ്മനെ തിരഞ്ഞു നോക്കാൻ പോ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് രാധിക അവളുടെ ആ ഒരു മാസ്ക് അയക്കുന്ന സമയത്താണ് രാധികയുടെ മുഖം ഈ ഡോക്ടർ അങ്ങ് കാണുന്നത്. അപ്പോൾ തന്നെ ഇയാൾക്ക് മനസ്സിലായിരിക്കുകയാണ് ഇവർ ശ്യാമൻ അന്വേഷിച്ച് വന്നവരാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്, ഞങ്ങളിവരെ ഡീൽ ചെയ്തിടാം, രാധിക പെട്ടെന്ന് തന്നെ നീ അങ്ങ് തിരഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് പൊക്കോളൂ എന്നൊക്കെ പറയണം. അപ്പോൾ ഇവന് നേരെ ആ ഒരു ലച്ചുവിൻ്റെ കൈയും പിടിച്ചിട്ട് രാധിക പെട്ടെന്ന് തന്നെ വേഗം ഓടിപ്പോവുകയാണ്, എത്രയും പെട്ടെന്ന് ആ ശ്യാമയുടെ റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഈ ഡോക്ടറും ഈ സൂര്യയും വരുണും ആ സെക്യൂരിറ്റിമാരും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ഏറ്റുമുട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു തല്ലിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ റൂം തിരഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ശ്യാമ പുറത്തേക്ക് ഇങ്ങനെ എന്തോ ബഹളമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ രാധികനെ അങ്ങ് കാണുന്നത്. അപ്പോൾ രാധികനെ കാണുമ്പോൾ അമൃതത്തിനോട് പറയുന്നുണ്ട്, എൻ്റെ മോളത് രാധിക മോളതാ എവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരങ്ങ് ബഹളം വെക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും നോക്കുന്ന സമയത്ത് ഉണ്ടാകും അവർ രണ്ടുപേരും കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് രാധിക കൈച്ചൂനം പിടിച്ച് അങ്ങ് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് ശ്യാമ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടിട്ട് ഇവരങ്ങ് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഈ രാധിക ഈ ശ്യാമനെ അങ്ങ് നേരിൽ കാണുകയാണ്. ആ ഒരു ഭ്രാന്താശുപത്രിയിൽ ആ റൂമിൽ അങ്ങ് നിൽക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. അപ്പോൾ ഇവളാകെ ഷോക്കാണ്, സ്വന്തം അമ്മനെ അവളങ്ങ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകുന്ന ആ ഒരു സമയത്താണ് എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ആ ഒരു പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്മിനി. അപ്പോൾ ഈ ഉർവശിനോടും കൽപ്പനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഉർവശിനോട് വന്നിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ചന്ദ്രശേഖരനും സേറയും കൂടിയിട്ട് ഉർവശിനോട് രാധികനെ കണിമംഗലത്തേക്ക് കൊണ്ടുവരാൻ അങ്ങ് പറയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്, പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം, ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചോണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ രാധികയും വരുണും എല്ലാം കൂടിയിട്ട് ആ പഴയ പോലീസ് ഓഫീസറില്ല, ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഓഫീസറോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മ മരിച്ചിട്ടില്ല സർ, അമ്മ ജീവനോടെ ഉണ്ട്, ആ ഭ്രാന്താശുപത്രിയിൽ കൃത്രിമത്വമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാളോട് അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഒരു പോലീസ് സഹായം കൂടി അവർ തേടിയിരിക്കുകയാണ്. ഇനി ഒരു പോലീസിൻ്റെ ബേസിൽ അവർ ആ ഒരു കേസ് അന്വേഷിക്കുമോ എന്നൊക്കെ നോക്കാം. മാത്രമല്ല ഈ ചന്ദ്രശേഖരന് ഈ ഡോക്ടർക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ ശ്യാമയും അവരും അവിടെ സേഫ് അല്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഡോക്ടർ പറയുന്നു
പറയുന്നുണ്ട്, അങ്ങനെ ഇവിടെ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി ഒളിപ്പിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒളിപ്പിക്കാനുള്ള കഴിവുണ്ട്, ഞാനത് ഒളിപ്പിച്ചിരിക്കും ആർക്കും കണ്ടുപിടിക്കാത്ത വിധം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇയാൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തും, അവിടെ നിന്ന് അവരെ മാറ്റുമോ എന്താണെന്നൊക്കെ നമുക്ക് ആദ്യം ഇരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.